സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞില്ലേ ഒരു രക്ഷയില്ല. കാറ്റ് വന്ന ഭയങ്കര പാടാ, ഇവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല. പട്ടിയാണോ പൂച്ചയാണോ എന്താണെന്ന് അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്ന പണി. വീടിൻ്റെ അകത്തായതുകൊണ്ട് എപ്പോഴും ഗേറ്റ് അടച്ചിട്ടിട്ടാണ് വരുന്നത്. കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ ഇതാണ് കിട്ടിയ പണി. വാക്സിൻ മൊത്തം വലിച്ചു കീറി. ഇത് ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട്, ഇതുമായിട്ടും കീറിയിട്ടില്ല, മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കറക്റ്റ് പറഞ്ഞ ഈ റെക്സിന്റെ പകുതി റെക്സിൻ വേറെയാണ് ചെയ്തിരിക്കുന്നത്. കണ്ട, അത് നമ്മൾ ഈ ഇരിക്കുന്ന സൈഡ് എപ്പോഴും കോമൺ ആയിട്ട് ആൾക്കാർ ഇരിക്കുന്നത്. 5 വണ്ടിയും വന്ന്, ലാസ്റ്റത്തെ വണ്ടി CNG. എല്ലാവരും വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. ബോട്ട് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. ബോട്ട് എന്തായാലും വരട്ടെ. ഇല്ലക്കയിലുള്ള പുളിമുട്ട് ബിൽഡിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റാൻഡിൽ കയറ്റി പിടിച്ചു. ഇവിടെ അധികം വണ്ടി ഇടാൻ പറ്റത്തില്ല. ഫസ്റ്റ് വണ്ടി നമ്മുടെ കൈക്കാരൻ തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം നോക്കാം. ഇല്ലില്ല, ഇത് വെള്ളക്കാരും പിള്ളേരും മിക്സാണ് കേട്ടോ. എന്തോ പഠിക്കുന്ന പിള്ളേരെന്താണ്ടാന്ന് തോന്നുന്നു. എന്തായാലും വന്ന് കയറട്ടെ. എല്ലാ വണ്ടിയിലും കയറിക്കൊണ്ടിരിക്കും, ഓരോ വണ്ടിയായിട്ട് കയറിക്കൊണ്ടിരിക്കുക. വീണ്ടും വന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട്. ഇന്ന് ഞാൻ വണ്ടി രാവിലെ എണ്ണിച്ച് വണ്ടി തുടക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് പട്ടി പണി തന്നത്. പട്ടിയാണോ പൂച്ചയാണോ എന്താണെന്ന് അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്ന പണി. വീടിൻ്റെ അകത്തായതുകൊണ്ട് എപ്പോഴും ഗേറ്റ് അടച്ചിട്ടിട്ടാണ് വരുന്നത്. കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ ഇതാണ് കിട്ടിയ പണി. വാക്സിൻ മൊത്തം വലിച്ചു കീറി. ഇത് ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട്, ഇതുമായിട്ടും കീറിയിട്ടില്ല, മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കറക്റ്റ് പറഞ്ഞ ഈ റെക്സിന്റെ പകുതി റെക്സിൻ വേറെയാണ് ചെയ്തിരിക്കുന്നത്. കണ്ട, അത് നമ്മൾ ഈ ഇരിക്കുന്ന സൈഡ് എപ്പോഴും കോമൺ ആയിട്ട് ആൾക്കാർ ഇരിക്കുന്ന സൈഡ് ഇവിടെ കീറി വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി കണ്ട് ഇവിടെ റെക്സിൻ ഇട്ടതാണ്. പക്ഷെ ഇപ്പൊ പട്ടി നല്ല രീതിയിൽ വലിച്ചു കീറിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഓർത്തപ്പോ എന്ത് ചെയ്യാനാ, ഇതിപ്പോ എന്തായാലും ഇവിടുത്തെ ബ്ലേഡിന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഈ ഫസ്റ്റിലത്തെ ലെയർ, മറ്റേ ലെയർ കുഴപ്പമില്ല. സാധാരണ ഇതിനകത്ത് പട്ടീൻ്റെ നഖവും പൂച്ചയും ലെയർ ഇത് പിടിക്കാത്തതാണ്. എന്നുവെച്ചാൽ ഈ റെക്സിൻ എന്നൊക്കെ പറയുമ്പോൾ അറിയില്ല, നമുക്ക് തുടച്ച് കൈകാര്യം ചെയ്യാൻ. പൂച്ചക്കൊക്കെ ഒരു ഇറിറ്റേഷൻ ആയിട്ടുള്ള ഒരു റെക്സിനായി വരുന്നത്. വേറെയുള്ളതൊക്കെ ആകുമ്പോൾ പൂച്ചക്ക് ഇങ്ങനെ നഖം പിടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. പൂച്ചയാണോ പട്ടിയാണോ എന്ന് എനിക്കറിയത്തില്ല. പൂച്ചയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇത്ര ഹാർഡായിട്ടുള്ള ഇങ്ങനെ പറിച്ചെടുക്കത്തില്ലല്ലോ. പട്ടിയായിരിക്കാം. നല്ല മഴയല്ലായിരുന്നു, അപ്പോൾ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ കയറിയെന്ന് അറിയത്തില്ല. എന്തായാലും പോയി. ഞാൻ ഇവിടെ തൂക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇത് കാണുന്നത്. കണ്ടപ്പോൾ ഒരു ചെറിയ വിഷമം. ഇനി എന്തായാലും പയ്യെ അങ്ങോട്ടെല്ലാം ഓട്ടം, റെക്സിൻ്റെ കടയിലോട്ടെല്ലാം പോകുമ്പോൾ ഒരു പീസ് അവിടെ എന്തായാലും ഇടിയിക്കണം. അവിടെ എപ്പോഴും ഇടിക്കുന്നത് ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന സൈഡാണ്. അതല്ല, അപ്പുറ സൈഡ് എപ്പോഴും കർട്ടൻ ഇടും നമ്മൾ മഴ സമയത്ത്. ഈ സൈഡിൽ മഴ സമയത്ത് കർട്ടൻ ഉണ്ടെങ്കിലും അങ്ങനെ ഇടത്തില്ല, ആൾക്കാർ കയറി വരുന്ന ഇതുകൊണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവിടെ റെക്സിന് എക്സ്ട്രാ ഒരു പീസ് ഇട്ടിരുന്നത്. ആ ഒരു എക്സ്ട്രാ ഇട്ട പീസ് മാത്രമേ കയറിയിട്ടുള്ളൂ, അല്ലാതെ ഒരു പീസ് കയറിയിട്ടില്ല. അത് കുഴപ്പമില്ല, അതൊരാശ്വാസം. എന്നാലും നമുക്ക് തുടച്ചു മാറ്റാം. പല്ലിയേച്ച് കഴിഞ്ഞിട്ടാണ് ഇത് കാണുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ എന്തായാലും ഓട്ടോറിക്ഷ വിശേഷങ്ങളൊക്കെ കാണിച്ചു പോകാം. റെക്സിൻ കട്ട് ചെയ്യാം കേട്ടോ. ഇതിലും ചായ എന്തെങ്കിലും ഓട്സ് എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങാം. ഓക്കെ, ചായ ആയാ? പിന്നെന്തുവാ, ഓട്സാ? ആണോ? ഓട്സ് എടുത്തോ, ഓട്സ് കുടിച്ച്. എന്തായാലും റെക്സിൻ നമുക്ക് വലിച്ചു കീറാം. നമുക്കിപ്പം ചായ കിട്ടിയില്ല, ഓട്സാണ് കിട്ടിയത്. അപ്പോൾ ഓട്സ് കഴിക്കാം. രാവിലെ എന്താ വെച്ചോടി? ഇഡ്ഡലിയും സാമ്പാറും. ഓട്സും കുടിച്ചു, നമുക്ക് ആ റെക്സിനും കീറി ഇഡ്ഡലിയും സാമ്പാറും കഴിച്ച് ഓട്ടത്തിലോട്ട് പോവാം. എന്തായാലും ഇത് ഓട്സ് കുടിച്ച് മാറാം. സീറ്റ് എന്തായാലും ഇളക്കി വെച്ചതാണ്, എടുക്കാം. സീറ്റ് ഇളക്കി എടുത്തിട്ടുണ്ട് വണ്ടിയിൽ നിന്ന്. നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പറിച്ചെടുക്കാം. സ്റ്റാപ്ലെയർ കൊളവാകാത്ത രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ റിസ്ക് എടുക്കണ്ട, ബ്ലേഡിനെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇത് വലിച്ചു കഴിഞ്ഞാൽ പഴയതും കൂടെ പറഞ്ഞു, എൻ്റെ വലിക്കല് ഒരുമാരത്തെ വലിക്കലായി, അതിനെല്ലാം കൂടെ പറഞ്ഞു വന്നാല നമുക്ക് ബ്ലേഡിന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്കിത് നോക്കട്ടെ. ബ്ലേഡുണ്ട്, സൂക്ഷിക്കാം. പണി കിട്ടുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ, വരുന്നുണ്ട്. ഞാനാണെങ്കിൽ ബ്ലേഡ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയുള്ള. ഒരു കഴിക്കാൻ എടുക്കാൻ നോക്കാം അല്ലേ? വലിയ സീനില്ല കേട്ടോ. അല്ല, ഇത് വെച്ചോണ്ട് പോയി ഇങ്ങനെ ഭയങ്കര വൃത്തിയുടെ ആയിരിക്കും വെള്ളമൊക്കെ ഇരിക്കുന്നുണ്ട്.
എനിക്ക് കുടുക്കയിലിടാം. 5 രൂപ കേരള കസ്റ്റമറുടെ ഇതിന്റെ ഇടക്കോട്ട് എല്ലാം പോകുന്നതായിരിക്കും. ഇപ്പൊ നമ്മുടെ സീറ്റ് പുതിയതുപോലെയായി. ബ്ലേഡ് കട്ട് ചെയ്യേണ്ട വന്നില്ല. എന്തായാലും നമുക്ക് സീറ്റ് പുതിയതുപോലെ അല്ലേ. ഇന്ന് നമുക്ക് കടയിൽ പോയിട്ട് ഫ്രീ ടൈമിൽ നോക്കിയിട്ട് ഇവിടെ വരണം. ഇങ്ങനെ എക്സ്ട്രാ ഇടേണ്ട വരും. അതായത് ഇവിടെ ആൾക്കാർ കൂടുതൽ ഇരിക്കുന്നുണ്ട്. ഈ സൈഡ് കണ്ട, ഈ സൈഡ് കീറി വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും നമുക്ക് ഇങ്ങനെ വണ്ടിയിലോട്ട് കയറ്റാം. അതിനും അതും കൂടെ തുടച്ച് മാറ്റാം. ലൈക്ക് ഉണ്ടല്ലേ, അതൊക്കെ ജസ്റ്റ് തുടച്ച് മാറ്റാം. നമുക്ക് എന്തായാലും ആ സീറ്റ് ഇടുന്നതിന് മുമ്പ് തന്നെ തുടച്ച് മാറ്റാം. സീറ്റ് കഴിക്കുമ്പോഴേ നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് സീറ്റ് കയറ്റാം. എന്നിട്ട് നമുക്ക് ഈ താഴ്ഭാഗം സാധാരണ തൂക്കുന്ന പോലെ തൂത്ത് മാറ്റാം. ഓക്കെ, സീറ്റ് കൂടെ വെക്കട്ടെ. സീറ്റ് വെക്കുമ്പം നമ്മുടെ കുട്ടി ഡീസൽ സാധാരണ ഈ പുറത്തോട്ടൊരു ആരോ ഇല്ല, എന്തൊരു എല്ല് പോലെ, അതിനകത്തൊരു ഹോളുണ്ട്. ആ ഹോളിലാണ് ഇത് 2 പോയിന്റും കറക്റ്റായിട്ട് കയറി കിടക്കേണ്ടത്. അമ്മീ ഇങ്ങനെ വെക്കുക. ഇല്ല, ലോക്ക് വീണിട്ടില്ല. കുറച്ചുകൂടെ പുറകിട്ട് ഇറക്കണം. ഇവിടെ വീണ്. ഇനി അപ്പുറം കൂടെ നോക്കാം. അപ്പുറവും വീണ് കറക്റ്റായിട്ട്. ഇപ്പൊ സീറ്റ് ഇങ്ങോട്ട് വരത്തും ഇല്ല, അവിടെ നിന്ന് പൊങ്ങത്തും ഇല്ല. ഇതിനകത്ത് കയറി കിടക്കുക. ഇതിന്റെ ലോക്ക് വരുന്ന പുറകില്. അറിയാവുന്നവര് കാണും, അറിയാത്തവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതാ ഇനി താഴത്തെ നമ്മൾ സാധാരണ തൂക്കുന്ന പോലെ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് തൂത്ത് പെട്ടെന്ന് എന്തായാലും മാറാം. വീഡിയോ ഒരുപാട് ലെന്താക്കണം. എന്തായാലും നമുക്ക് തുടച്ചൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാം തുടച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീലിന്റെ മാത്രം ഞാൻ തുടച്ചില്ല. ഇതേ കാണാവോ? വീലിനെ തുടക്കാത്തതിന്റെ മെയിൻ കാര്യം എന്താണെന്നാണ്, ഇപ്പൊ ഈ മഴ സമയമായതുകൊണ്ട് എൻ്റെ വീടിൻ്റെ ഇങ്ങോട്ടുള്ള വഴി ഞാൻ എൻ്റെ പല വീഡിയോ എന്താ പറഞ്ഞ വിളിച്ചാലാ നീ മിണ്ടരുത് എൻ്റെ വീടിൻ്റെ ഇതിൽ പാസ് ചെയ്യുന്ന വഴി അറിയാമല്ലോ, നല്ല മോശം കണ്ടീഷനിലുള്ള വഴി. അപ്പം ഞാൻ ഇവിടെ തുടച്ച് വീലിൻ്റെ സൈഡ് തുടച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ട് ഈ ചെളി കൂടെ എടുക്കുമ്പോൾ വീണ്ടും ഇത് തന്നെ അവസ്ഥ. അപ്പം അതുകൊണ്ട് ഞാൻ അതിപ്പോൾ ചെയ്യാൻ വീലിൻ്റെ ആ സൈഡ് 3 വീലിൻ്റെ ഞാൻ ചെയ്തിട്ടില്ല. അതങ്ങനെ നീക്കട്ടെ. അകമൊക്കെ തുവച്ച് തൂത്ത് ക്ലിയർ ചെയ്തിട്ടിരിക്കുക. അത് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. വീല് ഞാൻ ചെയ്യാത്തതിൻ്റെ കാര്യം, മെയിനായിട്ടുള്ള കാര്യം ഇതാണ്. എൻ്റെ വഴി ഇച്ചിരി മോശമായതുകൊണ്ടാണ്. ഇപ്പം വേനൽ വരട്ടെ, വേനൽ വരുമ്പോൾ നമുക്ക് വണ്ടി എന്തായാലും കുട്ടപ്പനാക്കി നിർത്താം. പിന്നെ നമ്മൾ മേളിൽ വെച്ച സാധനം ഉണ്ടല്ലോ, ഗ്രില്ല്, ഇതിലൊന്ന് പെയിൻ്റ് അടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇതെല്ലാം കുറേ നാൾ ഉപയോഗിക്കാതിരുന്നുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ വീഡിയോയിൽ? ഒരു കണ്ടോ, ഒരു തുരുമ്പ് പോലെ ഒരു ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് അടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതെന്തായാലും ഇപ്പോൾ ഈ മഴക്കാലം ഇതൊക്കെ കഴിയട്ടെ, കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എന്താ അടുത്ത പരിപാടി? കുളിക്കണം. നമുക്കെന്തായാലും ഭക്ഷണം കഴിക്കാം. ഇനി ഭക്ഷണം കഴിച്ചിട്ടാകും ബാക്കിയുള്ള കാര്യങ്ങൾ. രാവിലത്തെ കുളിയൊന്നും നടന്നിട്ടില്ല. എന്തായാലും ഭക്ഷണം കഴിച്ച് മാറാം. എന്നിട്ട് കുളിച്ചിട്ട് നമുക്ക് ഓട്ടത്തിന് എന്തായാലും പോവാം. ഇഡ്ഡലിയും സാമ്പാറുമാണ്. ചൂട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴത്തും പോലെ ഓട്ടത്തിലേക്ക് ഇറങ്ങാം. അങ്ങനെ സൂപ്പർ വഴിയേറിയാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഓട്ടം തന്നെ വീടിൻ്റെ അവിടെ തന്നെ കിട്ടിയായിരുന്നു, ട്രാക്കിൻ്റെ അവിടെ തന്നെ കിട്ടിയായിരുന്നു. നമ്മുടെ മൈഥിലി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് നമ്മുടെ ബൈപ്പാസിൻ്റെ ഇങ്ങോട്ട് കയറി നമ്മുടെ സ്ഥിരം വണ്ടിയുടെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ തന്നെ പോയി നോക്കാം വണ്ടിയെല്ലാം ഉണ്ടായില്ലേ എന്നൊക്കെ നോക്കാം. വണ്ടിയെല്ലാം ഇപ്പം അത്യാവശ്യം വന്ന് കാണും, അത് വേറെ കാര്യം. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം, സ്റ്റാൻഡിലോട്ട് പോകാം. അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാം. വണ്ടി ഉണ്ടെങ്കിൽ അവിടെ വണ്ടി വിട്ട് പോയേക്കാം. വേറെ അടുത്ത സ്റ്റാൻഡിൽ നോക്കാം. റാമിൻ്റെ അടുത്ത സ്റ്റാൻഡിൽ എത്തിയപ്പോൾ അപ്പൂട്ടൻ നിൽക്കുന്നുണ്ട്. ഓടുന്നുണ്ടായിരുന്നടാ? ഇല്ല, വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു. എത്രാമത്തെ വണ്ടിയാ നീ? അതെ, ഞാനിപ്പോ എന്തായാലും വണ്ടിയോട് പിടിക്കാൻ നിൽക്കുന്നില്ല. അത്യാവശ്യം വണ്ടി അനങ്ങുന്നില്ലല്ലോ ഇവിടെ. കിടപ്പാന്ന് തോന്നുന്നില്ല. വേണ്ട, കിടന്നു പോകുന്ന ഒന്ന് കറങ്ങിയിട്ട് വരാം. ബീച്ചിന്റെ അവിടെ ഒക്കെ ഒന്ന് പോയിട്ട് വരാം. എന്തായാലും വണ്ടി ഇവിടെ പിടിക്കുന്നില്ല. വേറെ എങ്ങോട്ടെല്ലാം നമുക്ക് നോക്കാം. ട്രാക്ക് അടവ് കിട്ടിയിരിക്കുകയാണ്. ഒന്ന് കറങ്ങി നോക്കാം. ട്രാക്കിൽ അപ്പുറം വഴി പോകും. പോകുന്ന വഴി എവിടെന്നെങ്കിലും ഓട്ടം കിട്ടിയാലോ. ഇവിടെ കിടന്നാൽ ചിലപ്പോൾ കിടന്നു പോകും. അതാണ്
വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച വെള്ളിയിൽ കൊണ്ടുപോകാം. അപ്പം അങ്ങനെ ഇരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത സ്റ്റാൻഡിലോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ എന്തായാലും പിടിക്കുന്നില്ല വണ്ടി. പോയി വരുമ്പോൾ സ്റ്റാർട്ടർ എന്താ പണി എന്തായിരുന്നു? മെൻഡെക്സാ? കിട്ടുന്നില്ല, അത് പമ്പ് ചെയ്ത് ആ എത്ര രൂപ പോയി രാവിലെ? പൈസ അത് എടുത്തിട്ട് ഇടയ്ക്ക് കംപ്ലൈന്റ് ഉള്ളതായിരുന്നു. സ്റ്റാർട്ടർ മാത്രം അകത്ത് മാത്രം കറങ്ങുന്നു. അപ്പൊ ഇൻഡെക്സിന്റെ പണിയുണ്ട്. എന്നിട്ട് പിന്നെ ചെയ്താ നീ റെഡിയാക്കി ഇപ്പൊ സ്റ്റാർട്ടാ? ഓക്കെ. അപ്പൊ എന്താ നമുക്ക് അടുത്ത സ്റ്റാൻഡിലോട്ട് പോകും. ഇവിടെ ഇന്ന് വെറുതെ കിടന്നു പോകും. മൊത്തത്തിൽ മടുപ്പാണ്. ഇന്നും മടുപ്പൊക്കെ തന്നെ. ഇന്ന് അത്യാവശ്യം മഴയില്ല, വെയിലുണ്ട്. പക്ഷെ എന്നാലും വെള്ളിയാഴ്ച കൂടെ ആയതുകൊണ്ടൊരു മടുപ്പ് അന്തരീക്ഷം. കർത്താലിപ്പാളത്തിന് അവിടെ സ്റ്റാൻഡിൽ വണ്ടി കിടക്കുന്നു. അവിടെ വണ്ടി ഇടാന്ന് വിചാരിച്ചതാണ്, അവിടെയും വണ്ടി കിടക്കുന്നു. നമ്മുടെ സ്വന്തം ബീച്ച് സ്റ്റാൻഡിലോട്ട് പോയി നോക്കാം. അവിടെ എന്താണെന്ന് നോക്കാമല്ലോ. അവിടെ ഓട്ടോ ഇല്ലെങ്കിൽ കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞിരിക്കും. നമ്മുടെ കൈക്കാരന്മാരൊക്കെ ഉള്ളതല്ലേ, അപ്പൊ അവിടെ നിന്ന് കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞിരിക്കും. നമ്മുടെ ബീച്ച് സ്റ്റാൻഡിലെത്തി. ബീച്ച് സ്റ്റാൻഡിൽ ടേൺ ബുക്കില്ല. ഇത്രയും ദിവസം മഴ ആയതുകൊണ്ട് ബുക്ക് തന്നെ കാണില്ല. ആരെങ്കിലും എടുത്ത് വെച്ചതായിരിക്കാം. നമുക്ക് ഇവിടെ 2 വണ്ടിയുണ്ട്. 2 CNG വണ്ടി കിടക്കുന്നുണ്ട്. ഫസ്റ്റ് സെക്കൻഡ്. മൂന്നാമത്തെ വണ്ടിയല്ല. ഈ വണ്ടിക്കാരൻ എന്ത് ചെയ്യുവാന്ന് നോക്കാം. കിടന്നുറങ്ങുന്ന. അപ്പോൾ കിടന്നുറങ്ങുന്നതിൻ്റെ അർത്ഥം എന്തുവാണ്? ഓട്ടം ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. എത്ര മണിക്കൂറായി വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്? എത്ര മണിക്കൂറായി കിടന്ന്? 1.5 മണിക്കൂറായി. വെരി ഗുഡ്. 1.5 മണിക്കൂറായിട്ട് ഇറങ്ങിയിട്ടില്ല അല്ലേ? അപ്പം ഞാനിവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് വിട്ടു പോകണം അല്ലേ? മടുപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. രാവിലെ തന്നെ വീട്ടിലെ ആൾക്കാർ കുറവാണ്. ഇസാക്ക് എത്ര മണിക്കൂറായി വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്? ആ 1.25 മണിക്കൂറായ? ആ വണ്ടി 1.5 മണിക്കൂറായെന്ന് പറഞ്ഞിട്ട്. അപ്പം ശരി. ഏകദേശം അടുത്തടുത്തായിരിക്കും വന്നത് നിങ്ങളല്ലേ? ഇസാക്കിൻ്റെ വണ്ടീൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഓടിച്ച് ഞാൻ ഇട്ടിട്ടുള്ളതാണ്, ഇതിൻ്റെ ലോങ് വീഡിയോ. അതിന് ബ്രേക്കിന് റെഡി ആയില്ലായിരുന്നു. പിന്നെ അത് ചെയിൻ്റെ വില കുഴപ്പമുണ്ടോ? അടിയ വല്ലോ മാറിയാൽ മതിയല്ലേ? സബാൻ്റെ മാറിയല്ലോ ചെയിൻ. ഓ ഓക്കെ. അങ്ങനെ ഓട്ടം വളരെ കുറവാന്ന് തോന്നുന്നു. ഇപ്പം ഇവിടെ നിന്നും ചാടി പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇവിടെ കിടക്കണ്ടെന്ന് തോന്നുന്നല്ലേ സാക്കെ? നല്ലത്. ഒന്ന് കറങ്ങി നോക്കായിരുന്നു എവിടെയെങ്കിലും അല്ലേ? കറങ്ങി നോക്കായിരുന്നു. അതെ അതെ. ഇത് നമ്മുടെ ബീച്ച് സ്റ്റാൻഡിൽ തന്നെ, നമ്മുടെ ഗ്രൗണ്ടിൽ തന്നെയാണ് ഇവിടെ നമ്മുടെ അച്ഛമാമനെ കൊണ്ടുവന്നത് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി. നമ്മുടെ തൊട്ടടുത്ത് തന്നെ. ഇവിടുന്ന് ഒരു കറക്റ്റ് ഒരു 50 മീറ്റർ ഇത്രേ ഉള്ളൂ ഗ്രൗണ്ടായിട്ട് കേട്ടോ, നമ്മുടെ ബീച്ച് സ്റ്റാൻഡായിട്ട്. ഇവിടെ നമ്മുടെ ഓട്ടോക്കാർ വെച്ച ഫ്ലെക്സ് ആയത്, നമ്മുടെ ബീച്ചിലെ ഓട്ടോക്കാർ വെച്ച ഫ്ലെക്സ് ആയത്. എന്നാലും കുറച്ചു നേരം കൂടെ നോക്കാം, എന്നിട്ട് കാലിക്കടുത്തോട്ട് പോകാം. സഭായും വന്നിട്ടുണ്ട് ഓട്ടോ സ്റ്റാൻഡിൽ. വണ്ടി പിടിക്കുന്നില്ല, പുള്ളി കാലിക്കടുത്തോണ്ട് പോവാം. ഞാനും നിൽക്കുന്നില്ല, ഞാനും വണ്ടി എടുത്തോണ്ട് പോവാം. വേറെ ഏതെങ്കിലും സ്റ്റാൻഡിൽ നോക്കാം. ഇവിടെ കിടന്നു പോവും. ബീച്ചിൽ ആൾ കുറവാണ്, ഭയങ്കര ആൾ കുറവാണ്. ഇവിടുന്ന് കുറച്ചിങ്ങോട്ട് എടുത്തപ്പോഴാണ് ഓർത്ത് ബീച്ചിൻ്റെ ഇവിടെ കാണിച്ചത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം നല്ല വെയിലുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ ആലപ്പുഴ ബീച്ചിൽ വരുന്ന ആൾക്കാർ ഫില്ലർ നമ്പർ, പഴയ ബൈപ്പാസിൻ്റെ ആണെങ്കിൽ ബൈപ്പാസ് കാണാമോ, ഫില്ലർ 45-44 ഫില്ലർ നമ്പറിൻ്റെ ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ കാറ്റാടിന്ന് ഒരു ഓപ്ഷനുണ്ട്. കാറ്റാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളും കപ്പിൾസായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഉണ്ട് ഇവിടെ ഇതിൻ്റെ അകത്ത് ഒരുപാട് കടകൾ, ഒത്തിരി ഉണ്ട് കടകൾ. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഐസ്ക്രീം, സ്നാക്സ്, അങ്ങനെ കാര്യങ്ങളൊക്കെ. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൈബുള്ള സ്ഥലം. എൻ്റെ ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ആ കാണുന്ന പോയിൻ്റാണ്. അവിടെയൊക്കെ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് വണ്ടി എടുത്ത കാലിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഇവിടെ പണ്ടൊന്നും ഇത്ര ഈ അടുത്ത കാലത്തൊന്നും ഇത്ര ആൾക്കാരില്ലായിരുന്നു. ഇവിടെ മുനിസിപ്പാലിറ്റിയും കൂടെ കൈ പിടിച്ച് ഇവിടെ കടകളൊക്കെ വന്നപ്പോഴാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് ഈ ഏരിയയിലോട്ട് ആൾക്കാർ വന്നു തുടങ്ങിയത്. എന്തായാലും ജസ്റ്റ് ഒന്ന് ഇതിലിങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് കയറി കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം നല്ല വെയില, അതാണ് ഈ കണ്ണടച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് കാണിക്കാനല്ല, നമ്മുടെ ഓട്ടോ സ്റ്റേഷൻ തന്നെ കാണിച്ചു പോകും. ഓട്ടോയിലോട്ട് പോകാം, അങ്ങോട്ട് പോകാം. എന്താ നല്ല തണലാണ്. അവിടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്, ഫാമിലിക്ക് വരാം, കപ്പിൾസിന് വരാം. അങ്ങോട്ടൊക്കെ കുറച്ചുണ്ട് കേട്ടോ, ആവശ്യം നിങ്ങൾക്ക് അങ്ങോട്ട് പോകാമെന്നേ ഉള്ളൂ. എൻ്റെ ഓട്ടത്തിൽ അവിടെ ഇട്ടിരിക്കുക, അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് നടന്നു പോകുന്നതാണ്. ഇപ്പോൾ ഇവിടെ വെള്ളം കയറി കിടക്കണം, ഇത് മഴേൻ്റെ വെള്ളമാണ് ഇവിടെ. നല്ല നടന്നു പോവാം. ഫ്രണ്ട് ഇതല്ല, ഫ്രണ്ട് തൊട്ടപ്പുറം ഉണ്ട്. ഞാൻ ഈ സൈഡിൽ കൂടെ കയറി വന്നതേ ഉള്ളൂ. ഇപ്പോൾ ഫോണിൽ കോള് വന്ന് നമ്മുടെ രാജീവ് ജെട്ടീൻ്റെ അങ്ങോട്ട് പോകണം. രാജീവ് ജെട്ടി എന്ന് പറയുമ്പോൾ ബോട്ട് ജെട്ടി കേട്ടോ, ഹൗസ് ബോട്ട്, ശിക്കാര ബോട്ട്,
അപ്പൊ രാവിലെ കൊണ്ട് ഇറക്കിയതാണ്, ഞാനല്ല വേറെ ഓട്ടോറിക്ഷക്കാർ കൊണ്ട് ഇറക്കിയതാണ് ഗസ്റ്റിന്. വെള്ളക്കാരാണോ ഹിന്ദിക്കാരാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ബോട്ടിൻ്റെ അവിടെ നിന്ന് വിളിച്ച് അപ്പം അങ്ങോട്ട് പോവുക. 5 ഓട്ടോറിക്ഷക്ക് തിരിച്ച് നമ്മുടെ ബീച്ചിൻ്റെ കൊണ്ട്, അത് കായലിൻ്റെ അവിടെ നിന്ന് നേരെ നമ്മുടെ ബീച്ച് സൈഡിലോട്ട് ആളെ കൊണ്ട് വരണം, ഗസ്റ്റിനെയും കൊണ്ട്. അപ്പം നേരെ അങ്ങോട്ട് പോവാണ്, ജെട്ടീൻ്റെ അങ്ങോട്ട് പോവാം, ബോട്ട് ജെട്ടീൻ്റെ. നമ്മുടെ ബീച്ച് ഏരിയയിൽ നിന്ന് മാറി കായലിൻ്റെ ഏരിയയിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫ്രണ്ടേ പോകുന്ന ഓട്ടോറിക്ഷ കണ്ട, അത് 5 വണ്ടിയിൽ 1 വണ്ടിയാണ്. നമ്മുടെ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് കാണാം, ചെറിയ ചെറിയ ശിക്കാര വള്ളങ്ങളൊക്കെ കിടക്കുന്ന കാണാം. തൊട്ടപ്പുറം സർക്കാർ ബോട്ടുണ്ട്. നമ്മുടെ സർക്കാർ KSRTC ഇല്ല, അതേപോലെ തന്നെ സർക്കാരിൻ്റെ ബോട്ടുണ്ട്. ഇതെല്ലാം ശിക്കാര വള്ളങ്ങളാണ്, ചെറിയ വള്ളങ്ങളാണ്. ടൂറിസ്റ്റ് ബോട്ട്, പക്ഷേ ടൂറിസ്റ്റ് ബസ് പോലെയൊക്കെ തന്നെയുള്ള ബോട്ടുകൾ. നമ്മുടെ ജെട്ടി എത്താറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹൗസ് ബോട്ടല്ല, ശിക്കാര ബോട്ടാന്ന് തോന്നുന്നു ഗസ്റ്റ്. ഈ ഏരിയയിലൊക്കെ ശിക്കാര ബോട്ടാണ് കൂടുതലും പിടിക്കുന്നത് കണ്ടോ. വണ്ടി ആരൊക്കെയാണ് വരുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ആ വണ്ടി നമ്മുടെ അടുത്ത വണ്ടിയാണ്. ഇതെല്ലാം വെയിറ്റ് ചെയ്യാം, നോക്കട്ടെ വരട്ടെ. ഏകദേശം വന്നിട്ടുണ്ട്. 1 2 3 4 വണ്ടി ആയിട്ടുള്ളൂ. 1 വണ്ടി കൂടെ വരാനുണ്ട്. ഹൗസ് ബോട്ടൊക്കെ ഇവിടെയാണ്. ഇതാണ് ജെട്ടി, ആ കാണുന്നത്. അതേ സർക്കാർ ബോട്ട് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. ബാക്ക് ക്യാമറയിലൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. എല്ലാം ശിക്കാര ബോട്ടുകളാണ്, അടിപൊളി ബോട്ടുകളാണ് എല്ലാം. ഇത് സർക്കാർ ബോട്ടുകൾ. സർക്കാർ ബോട്ടുകൾക്ക് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട് കേട്ടോ. ആ ലുക്കൊക്കെ കണ്ട, ആ കിടക്കുന്ന കണ്ട, അത് ഓട്ടോ സ്റ്റാൻഡാന്ന് വിചാരിച്ചാൽ ഞാനല്ലേ. ചേട്ടാ ഓട്ടോ സ്റ്റാൻഡാന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നു. ഇത്രയും വണ്ടിങ്ങനെ നിലത്ത് കിടക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ ബോട്ട് റെഡിയാക്കുന്ന സ്ഥലമാണ്, സർക്കാർ ബോട്ടുകൾ റെഡിയാക്കുന്ന സ്ഥലമാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ശിക്കാര ബോട്ടാണോ വരുന്നത്? ശിക്കാര വെള്ളമാണോ? വരട്ടെ എന്തായാലും. എപ്പോഴാണ് ശിക്കാര വെള്ളങ്ങളൊക്കെ നോക്കിയിരുന്നത്? എപ്പോഴാണ് ഇത് കണ്ടോ, മീനെ കാണാവോ? ഇത് കൂരി. പിന്നെ അതേപോലെ ഇത് ഇവിടെ സിലോപ്പിയായും കരിമീനുമാണ് ഇത് ഈ കാണുന്നത്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല കറക്റ്റായിട്ട്. അതെ കണ്ടോ, സിലോപ്പിയും കരിമീനും കൂടെ ഒരുമിച്ച് പോകും. അതിൻ്റെ പുറകിൽ കൂരിക്കുഞ്ഞുങ്ങളും ഉണ്ട്. എന്തായാലും വെള്ളം വന്നിട്ടില്ല, എന്തായാലും വരട്ടെ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാതെ. 5 വണ്ടിയും വന്ന്, ലാസ്റ്റത്തെ വണ്ടി CNG. എല്ലാവരും വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. ബോട്ട് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. ബോട്ട് എന്തായാലും വരട്ടെ. ഇപ്പം തന്നെ വർക്ക്ഷോപ്പാണ് അത് തൊട്ട് ആ കാണുന്ന വർക്ക്ഷോപ്പിലോട്ട് കെട്ടി വലിച്ചുകൊണ്ട് പോവുകയാണ്. സർക്കാർ ബോട്ടാണിത്. സർക്കാർ ബോട്ടിന് വേറെ സർക്കാർ ബോട്ടിനെ കെട്ടി വലിക്കുവാണ്. ആ ഷെഡ് കാണുന്നതെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ബോട്ടുകളെല്ലാം പണിയുന്നത്. വേറൊരു ബോട്ട് അവിടെ പണിയുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല വീഡിയോയിൽ. കണ്ടോ, സർക്കാർ ബോട്ടുകൾ മാത്രം പണിയുന്ന സ്ഥലം അത് കേട്ടോ. നമ്മുടെ ഗസ്റ്റ് അങ്ങനെ വന്നിട്ടുണ്ട്. ഓരോരോ ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അതെ തന്നെ, നമ്മുടെ ഗസ്റ്റ് തന്നെയാണ്. സജീവ് ഇവിടെ കിടന്ന് കൈയൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഓട്ടോ എല്ലാം ഇവിടെ കിടക്കും. ഇവിടെ വന്ന് കയറട്ടെ അവർ. വണ്ടി അവിടെ പിടിക്കാൻ പറ്റത്തില്ല, എന്ന് വെച്ചാൽ വളവാണ്, മെയിൻ വളവായതുകൊണ്ട് വണ്ടി അവിടെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വണ്ടി ഇങ്ങോട്ട് ഒതുക്കി പിടിച്ചിട്ട്. KSRTC ബോട്ടിനെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നു. അവിടുത്തെ മരമൊക്കെ കൊമ്പൊക്കെ ഓടിച്ചുകൊണ്ടാണ് പോകുന്നത് KSRTC. ഇത് നേരത്തെ കണ്ട ബോട്ടല്ലേ, ഇത് വേറൊരു ബോട്ടിനെ കെട്ടി വലിക്കുക. എന്താണ് ഇത്രയും കംപ്ലൈൻ്റ് ഒക്കെ ആകുന്ന ബോട്ടല്ല? KSRTC ബസ് പോലെ തന്നെയാണ് KSRTC ബോട്ടിൻ്റെ കാര്യവും. എല്ലാം കംപ്ലൈൻറ്റാണ്, കെട്ടി വലിച്ചുകൊണ്ട് പോകും. ഇതൊന്ന് KSRTC ബസ് എങ്ങനെയാണ് അതുപോലെ തന്നെ ഇതും ബോട്ട്. ബാ, നമ്മുടെ വെള്ളക്കാരാണോ? കമോൺ. ഇത് വെള്ളക്കാരും പിള്ളേരും മിക്സാണ് കേട്ടോ. എന്തോ പഠിക്കുന്ന പിള്ളേരെന്താണ്ടാന്ന് തോന്നുന്നു. എന്തായാലും വന്ന് കയറട്ടെ. എല്ലാ വണ്ടിയിലും കയറിക്കൊണ്ടിരിക്കും, ഓരോ വണ്ടിയായിട്ട് കയറിക്കൊണ്ടിരിക്കും. അവരെ കൊണ്ട് വിട്ടിട്ടുണ്ട്, ഓരോ വണ്ടികളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെയാണ് അവരെ കൊണ്ട് വിട്ടത്. ഓരോ ആൾക്കാർ ഓട്ടയിൽ നിന്ന് ഇറങ്ങി പോകുന്നു കണ്ടോ. നമ്മൾ നേരത്തെ കായലാണ് കണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ബീച്ചാണ്. കായലിൻ്റെയും കടലിൻ്റെയും നടുക്കാണ് നമ്മൾ ആലപ്പുഴ ടൗൺ കിടക്കുന്നത്. പിള്ളേരെല്ലാം റൂമിലോട്ട് പോവുകയാണ്. മഴ തുടങ്ങിയിട്ടുണ്ട്. മഴ തുടങ്ങിയുള്ള കുഴപ്പം തന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ബീച്ചിൻ്റെ സൈഡ് പടിഞ്ഞാറക്കാറ്റ്, ഭയങ്കര കാറ്റാണ് ഇവിടെ, ഭയങ്കര. നമുക്ക് ഇവിടുന്ന് പുറത്തോട്ടിറങ്ങാം എന്തായാലും. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞില്ലേ ഒരു രക്ഷയില്ല, കാറ്റ് വന്ന ഭയങ്കര പാടാണ്, ഇവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ വണ്ടി ഇങ്ങനെ ഓടുന്നുണ്ട്, നേരെ ഓടുന്നുണ്ടോ, പുറകിൽ നിന്ന് കാറ്റടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലാത്തത്. എൻ്റെ തൊപ്പ് വരെ പറന്നു പോയി, ഒന്നും കാണാൻ പോലും പറ്റത്തില്ല റോഡ്. നമ്മുടെ വീടിൻ്റെ ഇവിടെയുള്ള സ്റ്റാൻഡിൽ വന്ന്
ഇപ്പോൾ കുത്തുബ തുടങ്ങിയിട്ടുണ്ട്. ജുമയാണ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഒരു കാര്യം ചെയ്യാം, വണ്ടി ഇവിടെ ഇട്ടിട്ട് നേരെ പള്ളിയിലോട്ട് പോവാം. പള്ളിയിൽ പോയി നമസ്കരിച്ചിട്ടൊക്കെ വന്നിട്ട് ബാക്കി വീഡിയോ കാണിച്ചു പോവാം. ഓക്കെ, പള്ളിയിൽ പോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അതായത് മഴയും പൊടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. വഴീൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അറിയാലോ. അയ്യോ, വഴിയൊക്കെ ഭയങ്കര മോശമാണ്. ഉച്ച കേട്ടപ്പോൾ തന്നെ ഒരാൾ എൻ്റെ കയ്യിലോട്ട് കയറി വെച്ച് കഴിക്കാനായാ? ചോറായാ? എന്നാ ചോറ് താ, ഞങ്ങക്ക് വിശക്കുന്ന്. താ ചോറ് താ. നമുക്ക് സാമ്പാറും കടവരാലാണ് നമുക്ക് അറിയാം, അച്ചാറും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കഴിക്കുന്ന വീഡിയോ ഞാൻ എടുക്കുന്നില്ല, എനിക്ക് വയറിന് നല്ല സൂക്കേട് പിടിക്കും. നിങ്ങൾക്ക് ഞാൻ കഴിക്കുന്ന കാണിച്ചു തന്ന നല്ല ഫ്രഷ് മീനാണ് കടവരാല്. വെള്ളം വരുന്നത്. എന്നാലും കഴിച്ചിട്ട് ബാക്കി ഭക്ഷണം കഴിക്കഴിഞ്ഞ് നേരെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ 3 വണ്ടി ഉണ്ടായിരുന്നു, 2 വണ്ടി പോയി. ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് അല്ലല്ലോ 4 വണ്ടി ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ സെക്കൻഡ്. ഇവിടെ നിൽക്കുവാണ്. ഇവിടുന്ന് ആരെങ്കിലും ഓട്ടോ ഒക്കെ വിളിക്കും എന്നുള്ള പ്രതീക്ഷയിൽ. മഴ ഇങ്ങനെ നിൽക്കുന്നതാണ്. രാവിലെ കുഴപ്പമില്ലായിരുന്നു, മഴ വന്നാൽ വലിയ മടുപ്പാണ്. ഓട്ടം നോക്കാം. പിന്നെ അവിടെ കുറച്ച് നേരമായി കിടന്നിട്ട്, എന്നിട്ടായാലും കുഴപ്പമില്ല, ഓട്ടം കിട്ടി. നമുക്ക് മാർക്ക സ്കൂളിൻ്റെ ഇങ്ങോട്ട് ഓട്ടം കിട്ടിയത്. സ്കൂൾ വിട്ടിട്ടുണ്ട്. ഒരു താത്ത വന്ന് കയറിയതാണ്, പിള്ളേരെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. സെക്യൂരിറ്റി സാർ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. ഇവിടുന്ന് പിള്ളേരെ വിളിച്ചുകൊണ്ട് നേരെ നമ്മൾ വണ്ടി കിടന്നില്ലേ, അങ്ങോട്ട് തന്നെ പോവാം. അവിടെ മനസ്സോടെ കിടന്നെയാണ്, എന്നിട്ടും കുഴപ്പമില്ല, ഓട്ടം കിട്ടിയായിരുന്നു. നമുക്കെന്നാലും ഇവരെയും കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. എൻ്റെ പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ വീഡിയോസ് മുന്നോട്ട് നീക്കി പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ കാണുന്നുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാകണ്ടേ. അതിൽ താത്ത വരുന്നുണ്ട്. ഓട്ടം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ വരുന്ന വഴി തന്നെ ഒരു ഫോണിൽ കോള് വന്ന്. നമ്മളിപ്പോൾ നേരെ മുന്നോടി അമ്പലത്തിൻ്റെ ഇവിടെ നിൽക്കുവാണ്. ഇവിടുന്ന് 2 പേരാ അറിയില്ല, 2 പേരാണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവരെ സകൃതി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് കൊണ്ടിറക്കി കൊടുക്കണം. അതിനുവേണ്ടി ഇപ്പോൾ ഇവിടെ ട്രാക്ക് ക്രോസ് ചെയ്ത് കാലിക്കൊന്ന് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുക, മുന്നോടി അമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത്. ഇപ്പോൾ അവർ വരട്ടെ എന്തായാലും. ഇവിടുന്ന് നേരെ സകൃതി ഹോസ്പിറ്റലിലോട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ മൊബൈലിൽ കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ എഡിറ്റിംഗ് ഒക്കെ. അതൊക്കെ ഈ സമയം കൊണ്ട് ചെയ്തു മാറും. ചെറിയൊരു തിരുത്തുണ്ട്. അവരെ സകൃതി ഹോസ്പിറ്റലിലോട്ടല്ല പോകണ്ട, സകൃതിൻ്റെ ഇവിടെ തന്നെയുള്ള ചെറിയൊരു പള്ളിയുണ്ട്, കുരിയാച്ചന നടയെന്ന് പറയും. ആലപ്പുഴക്കാർക്ക് അറിയാം. അങ്ങോട്ടാണ് കൊണ്ടിറക്കിയത്. ഞാൻ സകൃതി ഹോസ്പിറ്റലാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അവിടെ ഇറക്കിയപ്പോൾ സ്കൂളൊക്കെ വിട്ടിരിക്കുന്നുണ്ട്. പിള്ളേരെ ഓടല്ലേ, സ്കൂളൊക്കെ വിട്ടിരിക്കുന്നുണ്ട്. നല്ല പിള്ളേരൊക്കെ ആയി. റോഡൊക്കെ ഇനി ബ്ലോക്കായി തുടങ്ങും. പിള്ളേർ 4 മൂലയിൽ നിന്ന് പാഞ്ഞൊക്കെയാണ് വരുന്നത്. ഇവിടുന്ന് കട്ടിയത് കോടതിൻ്റെ അതിലേക്ക് ഇറങ്ങിപ്പോവാം. എവിടെ നിന്നെങ്കിലും ഓട്ടം കിട്ടും. ഇപ്പോൾ സ്കൂൾ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ ഈ ഏരിയയിൽ തന്നെ അത്ര 1, 2, 3, 4, 5, 6 സ്കൂളുണ്ട് ഈ ഏരിയയിൽ തന്നെ. എവിടെ നിന്നെങ്കിലും നമുക്ക് ഓട്ടം കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ എവിടെ നിന്നെങ്കിലും ഒരു ഓട്ടം കിട്ടുമെന്ന് പറഞ്ഞില്ലേ. സാധാരണ പിള്ളേരെ ഓട്ടമാണ് പ്രതീക്ഷിച്ചത്. പിള്ളേരോട്ട് 2 ചേച്ചിമാരെ കയറി. നിഹ എന്ന് പറയുന്ന സ്ഥലത്താണ്, തുണിക്കടയാണ്. അങ്ങോട്ട് ഓട്ടം കിട്ടി. 30 ഓട്ടം. അത് കിട്ടിക്കൊണ്ട് ഞാൻ തിരിച്ച് നേരെ പടിഞ്ഞാറ് റൂട്ടിലോട്ട് കയറി. ഇപ്പോൾ സമയം ഇപ്പം 4 മണി കഴിഞ്ഞ്. ഇപ്പോൾ പോകുന്ന വഴി എവിടെയെങ്കിലും ചായ കുടിക്കാനുള്ള എന്തെങ്കിലും നോക്കണം. വണ്ടി ഓടി ഇപ്പോൾ നമ്മുടെ കറക്റ്റ് വഴിച്ചേരി ജംഗ്ഷൻ. ഇവിടെ കൂടുതലും തടുക്കിൻ്റെ സാധനങ്ങളാണ്. വരുന്ന വഴി ഗവൺമെന്റ് സ്കോറിന്റെ സ്റ്റാൻഡിൽ വണ്ടിയില്ല, ഒരു വണ്ടി ഉള്ളത്. അവിടെ കയറ്റി സ്റ്റാൻഡിൽ കയറ്റി വണ്ടി കിട്ടപ്പോൾ തന്നെ പെട്ടെന്ന് എനിക്കൊരു ഓട്ടം കിട്ടി. ഞാൻ വീഡിയോ ഓണാക്കി ഇങ്ങനെ പറയാൻ വേണ്ടി പോകാൻ. ഇപ്പോൾ ഗവൺമെന്റ് സ്കോർ സ്റ്റാൻഡിലെത്തി. ഇവിടെ വണ്ടിയില്ലാത്തതുകൊണ്ട് വണ്ടി കയറ്റി പിടിച്ചിരിക്കുക ഇങ്ങനെ പറയാൻ വേണ്ടി പോയപ്പോൾ തന്നെ വണ്ടി ഓട്ടം കിട്ടി. കേട്ടോ, മുല്ലേക്കലോട്ട്. അതായത് നമ്മൾ വന്ന ഏരിയയിലോട്ട്. ഇപ്പോൾ ഇവിടുന്ന് കറങ്ങി ഉള്ളിൽ കൂടെ കറങ്ങി നോക്കുവാണ്. ഇവിടുന്ന് ആരെങ്കിലും ഓട്ടം വിളിക്കാൻ നോക്കട്ടെ നോടാ. അപ്പോൾ മുല്ലക്കേൻ്റെ ഇങ്ങോട്ട് ഓട്ടം കിട്ടുമ്പം ഇതിലേക്ക് ഇറങ്ങി തന്നെ വരാം. ഓട്ടം ഇവിടെ എവിടുന്നെങ്കിലൊക്കെ ആരെങ്കിലും വിളിക്കും. ആരും വിളിച്ചില്ലെങ്കിലും ഇപ്പം ചായ കുടിക്കാനുള്ള കട ഇവിടെ ചെറിയ കടയൊക്കെ ഉണ്ട്. അവിടെ പോയി ചായ കുടിച്ചെങ്കിലും നിൽക്കും, അതെങ്കിലും നടക്കട്ടെ. ഇപ്പോൾ മഴ മാറിയിരിക്കുന്നത് ആൾക്കാരൊക്കെ പയ്യെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആ വരുന്നൊരു ഓട്ടം കാണാം. അല്ല, അവിടുന്ന് ഓട്ടം കിട്ടിയ നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡ് അങ്ങോട്ട്
അപ്പോൾ ഞാൻ നേരെ പമ്പിലോട്ട് വണ്ടി ഓടിച്ചു കയറ്റുവാണ്. ഇന്നലെ വണ്ടിയിൽ എണ്ണ അടിച്ചാണ്, ഇന്ന് അടിച്ചിട്ടില്ല. ഒരു 100-120 എണ്ണ അടിക്കാം. സ്ഥിരം കയറുന്ന കടേൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. മാമൻ അടിച്ചോടത്തിൻ്റെ ഇവിടുത്തെ തട്ടിൽ ചായ കുടിക്കാൻ വന്നതാണ്. നമുക്ക് നേരെ ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള ചായ കുടിച്ചിട്ട് പോവാം. എനിക്ക് ഇവിടുത്തെ കട്ട്ലൈറ്റും സംബൂസയും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ പക്ഷേ കഴിച്ചത് സുഖിയനാണ്. അതിന് കട്ട്ലൈറ്റ് കണ്ടപ്പോൾ ഒരു കൊതി, ചൂടോടെ എടുത്ത് ഇടുന്നത്. ഓടുക, ഇതുപോലെ നമുക്ക് റെസ്റ്റ് എടുക്കുക, നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുക, വീണ്ടും ഓട്ടത്തിന് പോവുക, പല പല സ്ഥലത്തോട്ട് പോവുക, ഇങ്ങനെയൊക്കെ തന്നെ. ചായ കൂടി ഭക്ഷണം കഴിയെല്ലാം കഴിഞ്ഞിട്ട് അടുത്തുള്ള ഏതെങ്കിലും സ്റ്റാൻഡിൽ പോവുക, കൂട്ടുകാരന്മാർ കാണും, അമ്മയായിട്ട് കഥയൊക്കെ പറഞ്ഞിരിക്കുക. ഓളം ഇതൊക്കെ മറ്റേ പണിക്ക് മുമ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാം നല്ല കമ്പനിക്കാരൊക്കെ തന്നെ, നമ്മളെ പുറം പണിക്ക് മുമ്പോഴെല്ലാം അങ്ങനെയൊക്കെ തന്നെ. പിന്നെ എൻ്റെ ഈ ഹോട്ടലിൽ മറ്റേ ഇതൊട്ടിച്ചായിരുന്നു, അത് ഞാൻ വീഡിയോ ഇട്ടുണ്ടെന്ന് തോന്നുന്നു. ചാനലിൻ്റെ പേര് റാസി ബ്ലോഗ്സ്, പിന്നെ എൻ്റെ ഇൻസ്റ്റോ ID, പിന്നെ അതുപോലെ ഫോൺ നമ്പർ. ആ ഫോൺ നമ്പറിൽ 3 അക്ക നമ്പർ ഞാൻ കളഞ്ഞിരിക്കുവാണ്. അങ്ങനെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പിടിപാടാകും. കട്ട്ലൈറ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പിടിപാടാകും. വേറെ സ്റ്റാൻഡിൽ പോയി പിടിക്കാം. ചായ കൂടി കഴിഞ്ഞിട്ട് ഞാൻ ബീച്ച് സ്റ്റാൻഡ് അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ കർത്താളിപ്പാത എന്ന് പറയുന്ന സ്റ്റാൻഡിൽ വണ്ടിയില്ല. അപ്പോൾ വണ്ടി അവിടെ കയറ്റി ഇട്ട് ഉടനെ ഒരു അമ്മച്ചി മാളികൾക്ക് നിന്ന് വടക്കോട്ട്, അതായത് നമ്മുടെ പഴയ കൊമ്മാടി ടോൾ എന്ന് പറയുന്ന സ്ഥലം, അങ്ങോട്ടാണ് പോയത്. അതാണ് ക്യാമറ ഞാൻ ഓണാക്കിയപ്പോൾ തന്നെ ചേച്ചി കയറി. അതാണ് ഞാൻ ക്യാമറ കട്ട് ചെയ്ത് ചേച്ചി. അവർക്ക് ഡിസ്റ്റർബൻസ് ആകേണ്ടതെന്ന് ചോദിച്ചാൽ ക്യാമറ കട്ട് ചെയ്യുക. ആളെയും വിളിച്ചുകൊണ്ട് ഞാൻ ക്യാമറ ഓണാക്കാറില്ല. അവർക്ക് പല ആൾക്കാരും പല രീതിയിലുള്ള ആൾക്കാർ, അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞാൻ ക്യാമറ ഇങ്ങനെ ഓണാക്കാറില്ല ആൾക്കാരുള്ളപ്പോൾ. അതങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. പിന്നെ നമ്മൾ ഇവിടെ പോകുന്ന കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. നമ്മുടെ അതായത് ഒരു ഓട്ടോ ലൈഫ് എങ്ങനെയാണോ അതൊക്കെയാണ് ഞാൻ മാക്സിമം എങ്ങനെയാണോ അത് തന്നെ കാണിച്ചു പോകുന്നത് കേട്ടോ. ഞാൻ എവിടെയൊക്കെ പോകുന്നത്, എന്താണ് ഓരോരോ വിശേഷങ്ങൾ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നേരെ ബീച്ച് സ്ഥലത്തോട്ട് പോകും. മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. മഴയില്ലാത്തതുകൊണ്ട് ഇച്ചിരി ഓട്ടോടെ ചാലുകൾ വരുമായിരുന്നു. ഇപ്പം മഴ വീണ്ടും പൊടിഞ്ഞ് എന്താകുകയെന്നറിയുന്നില്ല. നമുക്ക് റാംപുറം വഴി കട്ട് ചെയ്ത് ഷോർട്ട് കട്ട് കയറി ബീച്ച് സ്റ്റൈലോട്ട് കയറി പോവാം. നോക്കാം അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഓട്ടം കിട്ടണം, ഓട്ടം വേണം. അപ്പോൾ ഓട്ടമായിട്ട് ഇറങ്ങുന്നത് ഓട്ടത്തിന് വേണ്ടിയല്ലേ. അല്ല നമുക്ക് കഥ പറഞ്ഞിരിക്കാനാണെങ്കിൽ ഇവിടെ ഒരുപാട് സ്റ്റാൻഡുകളുണ്ട്. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് സ്റ്റാൻഡിൽ പോകുന്ന ഒരുപാട് നേരം ഇങ്ങനെ കുറച്ച് നേരമൊക്കെ കായിക്കാരന്മാരുടെ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല. ചില മെമ്പർമാരുണ്ട്, ഓട്ടോറിക്ഷക്കാരുണ്ട്, ഒരു സ്റ്റാൻഡ് ഇഷ്ടപ്പെട്ട് ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെ അട്ടിയിട്ട് കിടക്കും. അങ്ങനെ അട്ടിയിട്ട് കിടന്നാൽ കുഴപ്പമില്ല. നമ്മൾക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ കയ്യിൽ പൈസ കാണത്തില്ല. ഞാനങ്ങനെയല്ല, ഒരു സ്റ്റാൻഡ് വണ്ടിയില്ലെങ്കിൽ അടുത്ത സ്റ്റാൻഡിൽ പോയിക്കൊണ്ടിടും. നമ്മുടെ ആലപ്പുഴ പെർമിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇന്ന സ്റ്റാൻഡിൽ തന്നെ ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് ഏത് സ്റ്റാൻഡാണോ വണ്ടി ഇടാൻ പറ്റുന്നോ ആ സ്റ്റാൻഡിൽ ഇടാം. അങ്ങനെയാണ് ടൗൺ പെർമിറ്റ് നമുക്ക് വരുന്നത്. അതായത് നമുക്ക് നോക്കാം, റാമിൻ്റെ വണ്ടിയിലേക്ക് അവിടെ ഇടാം, അല്ലെങ്കിൽ ബീച്ചിലോട്ട് പോകാം. അപ്പോൾ പടിഞ്ഞാറ റൂട്ടിൽ കൂടെയാണ്, മാളിക റൂട്ടിൽ കൂടെയാണ് കയറി പോകുന്നത്. മേളിൽ NH എറണാകുളം ട്രിവാൻഡ്രം പോകുന്ന പാലമാണിത്. നേരെ അങ്ങോട്ട് ഇനി സ്റ്റാൻഡിൽ നിന്ന് ഓട്ടം കിട്ടി നേരെ KSRTC സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. വണ്ടിയിൽ ഇപ്പോൾ ആളുണ്ട്. ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്ത് പോകാം. ഹിന്ദിക്കാരായിരുന്നു വണ്ടി കയറിയത്. നേരെ ബസ് സ്റ്റാൻഡ്, നേരെ വണ്ടി വളച്ചുകൊണ്ട് വണ്ടി വന്നുകൊണ്ടേയിരിക്കുക. സ്റ്റാൻഡിൽ വണ്ടി കുറവാണ്. ഞാൻ പിടിക്കാൻ നിൽക്കുന്നില്ല, നേരെ മുല്ലത്തിലോട്ട് കയറാം. അപ്പം മഴ ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്നുണ്ട്. ഓടി വരുന്ന വണ്ടിയിൽ ആൾക്കാർ കൈ കാണിക്കും. അങ്ങനെ നമുക്ക് ഓട്ടം കിട്ടും. അപ്പോൾ നേരെ ടൗണിലോട്ട് കയറാം. പിന്നെ മുല്ലക്കയിലുള്ള പുളിമുട്ട് ബിൽഡിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റാൻഡിൽ കയറ്റി പിടിച്ചു. ഇവിടെ അധികം വണ്ടി ഇടാൻ പറ്റത്തില്ല. ഫസ്റ്റ് വണ്ടി നമ്മുടെ കൈക്കാരൻ തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം നോക്കാം. ഇല്ലില്ല, അങ്ങനെ അവിടെ കുറച്ചു നേരം കിടന്നിട്ടാണെങ്കിൽ ഒരു ഓട്ടം കിട്ടി.
മാടിമുക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ഓട്ടം കിട്ടിയത്. അതായത് എൻ്റെ വീടിൻ്റെയൊക്കെ ലൊക്കേഷൻ അടുത്തായിട്ട് വരും. ഇപ്പൊ അവിടുന്ന് ഞാൻ നേരെ നമ്മുടെ ബീച്ച് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ പടിഞ്ഞാറ് റൂട്ടിലോട്ട് ഓട്ടം കിട്ടും, ഇവിടുന്ന് അങ്ങോട്ട് കിട്ടും. ഇവിടുന്ന് അങ്ങനെ ഓടി നിൽക്കുവാണ്. നമുക്ക് ഏതായാലും ബീച്ചിലോട്ട് പോവാം. കറങ്ങിത്തിരി നമ്മുടെ സ്വന്തം സ്റ്റാൻഡിൽ തന്നെ എത്തിയിട്ടുണ്ട്. ബൈപ്പാസിന്റെ പണി കിടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ അവിടെയാണ് താൽക്കാലികമായിട്ട് വണ്ടി പിടിച്ചിട്ടത്. അപ്പം ഓട്ടം അവിടെ ഇട്ടിട്ടും കാര്യമില്ല, നമുക്ക് ഇവിടെ ഇരിക്കാം. ഫസ്റ്റ് വണ്ടി അൻഷാൻ്റെ വണ്ടി, സെക്കൻഡ് എൻ്റെ വണ്ടി. ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഇവിടുന്ന് ആരെങ്കിലും ഓട്ടം വരുന്നുള്ള പ്രതീക്ഷയിൽ, ഇവിടുന്നല്ല ബീച്ചിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് ഓട്ടം വരുന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോൾ ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. രാവിലെയൊക്കെ ഇച്ചിരി മടുപ്പായിരുന്നു. 2-3 കോളോട്ടൊക്കെ വന്നുകൊണ്ട് അങ്ങനെയൊക്കെ ഓടിയൊക്കെ നിൽക്കായിരുന്നു. നോക്കാം നമുക്ക് എന്തായാലും ഇവിടുന്ന്. അതായത് ഇനി നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കണം. എനിക്കൊന്ന് ഇപ്പം തന്നെ ഏകദേശം ഒരു 30 മിനിറ്റ് അടുത്തുള്ള വീഡിയോ ആയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക് ഇന്നത്തെ വീഡിയോ. പല പല പാർട്ട് ഞാൻ കട്ട് ചെയ്താണ് നമുക്ക്. ഒരു സെക്കൻഡ്, ആംബുലൻസ് പോകും. കട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 30 മിനിറ്റുള്ള വീഡിയോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ബ്ലോഗ് വീഡിയോ അതായത് ഓട്ടോറിക്ഷ ബ്ലോഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു. എന്നാലും നിങ്ങളുടെ എന്തെന്നാലും അഭിപ്രായം പറയാൻ നോക്കുക, കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ നോക്കുക. എന്തായാലും നമുക്ക് അടുത്ത വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.